ഹലോ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എയർടെലിൻ്റെ മൈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പേഴ്സണൽ ലോൺ ഒന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് 10,000 രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയാണ് ഇവർ എമൗണ്ട് പറയുന്നത്. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ കളക്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഫ്രണ്ട്സ്, ഈ ഒരു ലോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയർടെൽ ഫിനാൻസാണ് ഈ ഒരു ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 10,000 രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് സിബിൽ സ്കോർ ചെക്ക് ചെയ്തിട്ടാണ് അവർ നിശ്ചയിക്കുന്നത്, അതിൻ്റെ EMI നിശ്ചയിക്കുന്നത് എല്ലാം. പിന്നെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു ലോൺ എടുക്കാനായിട്ട് നമ്മൾ എന്തായാലും എയർടെൽ സിം യൂസ് ചെയ്തിരിക്കണം. അതുകൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മളുടെ എയർടെൽ മൈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ലോണിൻ്റെ എത്രയാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ എയർടെൽ മൈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഫോൺ നമ്പറെല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഒരു പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അടിക്കാനുള്ളൊരു പേജ് ഓപ്പൺ ആയി വരും. നമ്മുടെ പേരും പാൻ കാർഡും ഡീറ്റെയിൽസും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ ഓൾറെഡി അത് ടൈപ്പ് ചെയ്തതുകൊണ്ട് ആ ഒരു പേജ് ഓപ്പൺ ആകുന്നില്ല. അതുകൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു പേജാണ് ഇവിടെ വരിക. ഇവിടെ നമ്മുടെ എലിജിബിൾ എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് ഇവിടെ കാണിക്കും. അപ്പോൾ അത് നമുക്ക് 25,000 മുതൽ 50,000 രൂപ വരെയാണ് എനിക്കിവിടെ തന്നിരിക്കുന്നത്. അത് എങ്ങനെ തിരിച്ചടയ്ക്കണം, എന്താണ് അങ്ങനെയുള്ള ഓപ്ഷൻ കൂടി താഴെ EMI എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഓപ്ഷൻ കൂടി 3 ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പോൾ എനിക്കിപ്പോൾ 12 മാസത്തിനാണെങ്കിൽ 5,023, 9 മാസത്തിനാണെങ്കിൽ 6,422, 6 മാസത്തിനാണെങ്കിൽ 9,000 സംതിങ്ങും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ഫീ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് സെക്ഷനിലും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേയ്മെൻറ്റ് തികച്ചും പേപ്പർലെസ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷനാണ്. കാരണം ഇതിൽ നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അതൊന്ന്. പിന്നെ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് ബാങ്കിലേക്ക് വന്ന എമൗണ്ട് നമുക്ക് എല്ലാ മന്ത്ലിയിലെ EMIയും ഓട്ടോ ഡെബിറ്റ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ ചിലപ്പോൾ മറന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കുമെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓട്ടോ ഡെബിറ്റ് ആക്കി വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ഏത് ഡേറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഡേറ്റിന് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് പിടിച്ചോളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം പല എയർടെൽ യൂസേഴ്സിനും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. പലർക്കും മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരുപാട് ഫേക്ക് മെസ്സേജും കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്ത്. എന്തായാലും ഈ വീഡിയോയിലൂടെ എങ്ങനെ ഈ ഒരു ലോൺ എമൗണ്ട് എടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇനിയും ചെയ്യുന്നതായിരിക്കും. അതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.